നമസ്കാരം. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ ഇഷ്ടദേവതയുടെ സന്ദേശം എന്താണ് എന്നറിയുവാൻ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കാൻ പോവുകയാണ്. അതൊരു ശുഭകരമായ കാര്യം തന്നെയാകുന്നു. എന്താണ് ആ കാര്യങ്ങൾ എന്നും എന്താണ് നിങ്ങൾക്ക് ഇഷ്ടദേവത നൽകാനായി പോകുന്നത് അഥവാ വിശ്വസിക്കുന്നതായ ശക്തി നൽകാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ അറിയാം. അതിനു മുന്നോടിയായി ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി നിങ്ങൾക്ക് മാച്ചായി തോന്നുന്നതായ കാര്യങ്ങളാണ് ഇതിൽ നിന്നും നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാത്തതായ കാര്യങ്ങൾ എന്താണ് എങ്കിലും അത് നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ സന്ദേശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ മുൻപ് അത്തരത്തിൽ എന്തെന്നില്ലാതെ വളരെയധികം പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഇനി മുൻപോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങളിൽ പലരും. സഹിക്കാവുന്നതിൻ്റെ അപ്പുറം ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കാണും എന്നതാണ് വാസ്തവം. ഒന്നുറക്കെ പൊട്ടിക്കരയുവാൻ പോലും ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ അത്ര കണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും പലരിൽ നിന്നും ഈ വിഷമങ്ങൾ നിങ്ങൾ ഒളിപ്പിച്ച് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് നൽകുന്നത്. നിങ്ങളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളുടെ മനസ്സിലെ വിഷമം പ്രാർത്ഥന കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇവിടെ നിങ്ങൾ കൂടുതൽ പേരുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യമായി കണക്കാക്കുവാൻ സാധിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് വളരെയധികം ടെൻഷനോ ഭയമോ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളിലെ അത്തരം പ്രയാസങ്ങൾ അല്ലെങ്കിൽ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ എന്ന് തന്നെ പറയാം, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പുറത്ത് കടക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. അതായത് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഭയപ്പെട്ടിരുന്നത് അതിൽ നിന്നും പുറത്ത് കടക്കുവാനുള്ള വഴികൾ നിങ്ങളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകും എന്നുള്ളതാകുന്നു. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുവാനായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിൽ പലരും. പലപ്പോഴും അത് നിങ്ങൾക്ക് അബദ്ധങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും അബദ്ധത്തിൽ ചാടുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. ക്ഷമ കുറവുള്ളവരുടെ ഒരു എനർജി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് പലപ്പോഴും നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാകുന്നു. ഈ കാരണത്താൽ പലപ്പോഴും നിരാശ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. ഒരു ശുഭകരമായ തുടക്കത്തിന് നിങ്ങളെ യൂണിവേഴ്സ് അല്ലെങ്കിൽ വിശ്വസിക്കുന്നതായ ശക്തി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു സന്തോഷം, സമാധാനം, ഊർജ്ജസ്വലതയൊക്കെ വന്നു ചേരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിപ്പോഴുള്ള പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ ഒക്കെ വെറും താൽക്കാലികമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. വളരെ വേഗത്തിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ഒഴിവായി പോകുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ഇത്തരം ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഏത് കാര്യവും എപ്പോഴും വേഗത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ലഭിക്കണം എന്ന് ചിന്തിച്ചാൽ അതിൽ പലപ്പോഴും വിജയം നേടുവാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ ഫലം നേടിയെടുക്കുവാൻ സാധിക്കണം എന്നില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാകുന്നു. പലപ്പോഴും നിരാശയാണ് നിങ്ങളെ തേടിയെത്തുന്നത് എന്നുള്ളതാകുന്നു. ക്ഷമയോടുകൂടി കാത്തിരിക്കാനും അതേപോലെ തന്നെ പരിശ്രമിക്കാനുമൊക്കെ തയ്യാറായാൽ തീർച്ചയായും നിങ്ങൾക്ക്
ഏതൊരു കാര്യത്തിലും വിജയക്കൊടി കൈവരിക്കുവാൻ സാധിക്കും, വിജയം കൈവരിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ പരമപ്രധാനമായത് ക്ഷമയാണ്. അത് ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് വ്യക്തമായ സന്ദേശമായി നിങ്ങൾക്ക് നൽകുന്നു. അതിനാൽ എല്ലാത്തിലും ക്ഷമ നിങ്ങൾ കാണണം. ക്ഷമ ജീവിതത്തിൽ നിങ്ങൾക്ക് അനിവാര്യമായ ആ വിജയങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ കാര്യങ്ങൾ നൽകുന്നു എന്നാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വിജയങ്ങൾ നൽകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ടതില്ല. കാരണം അത് സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. അതിനാൽ തന്നെ തീർച്ചയായും ഈ വീഡിയോയിലൂടെ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ആ കാര്യവും ഇത് തന്നെയാകുന്നു. അതായത് ക്ഷമ അനിവാര്യമാണ് എന്ന കാര്യം. നിങ്ങളിലേക്ക് പലപ്പോഴും വന്നു ചേരുന്ന ഭാഗ്യവും ദൗർഭാഗ്യവും എല്ലാം പെട്ടെന്നാണ് സംഭവിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളാകുന്നു. ഒരു കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതം മാറിമറിയുന്നതായ അവസ്ഥയിലൂടെ നിങ്ങളിൽ പലരും കടന്നു പോയിട്ടുണ്ട്, പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും ഇനി എന്ത് എന്ന ഭയം നിങ്ങളെ വളരെയധികം അലട്ടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായ അല്ലെങ്കിൽ എടുക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനാകാത്തതായ അവസ്ഥയുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. മറ്റുള്ളവരുടെ പ്രേരണയാലും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തതക്കുറവ്, ആശങ്ക കടന്നു വരുന്നു എന്നുള്ളതാകുന്നു. അതിനാൽ നിങ്ങളോട് ഇഷ്ടദേവത പറയുന്നു, അല്പസമയം കൂടി നിങ്ങൾ എല്ലാ കാര്യത്തിലും നൽകണം എന്നുള്ളതാകുന്നു. നിങ്ങൾക്ക് ഈ സാഹചര്യത്തെ മറികടക്കുവാനും അതിജീവിക്കാനും ഉള്ള ശക്തി, മനോധൈര്യം, മനോബലം നിങ്ങൾക്ക് ഇഷ്ടദേവത പ്രദാനം ചെയ്യാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് പ്രധാനമായും വേണ്ടത് ചില കാര്യങ്ങളാകുന്നു. അതിൽ ഒന്ന് വിശ്വാസം തന്നെയാണ്. നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാകുന്നു. മറ്റൊരു കാര്യം അനുഗ്രഹമായി കാണുന്നത് ആരോഗ്യപരമായ ഒരു പുരോഗതി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. രോഗശാന്തിയും ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഒരു പക്ഷേ പല ശാരീരിക പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവരായിരിക്കാം നിങ്ങളിലെ പല ആളുകളും. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യപരമായ പുരോഗതി വന്നു ചേരുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. രോഗശാന്തി നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളിൽ പലരും ഒരു കാത്തിരിപ്പിലാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നതായ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരണം എന്ന കാത്തിരിപ്പിലാകാം നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാത്തിരിപ്പോ അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകളിലോ ആയിരിക്കാം നിങ്ങൾ എന്നും കാണുവാൻ സാധിക്കുന്നു. ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ പ്രതികരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുള്ള ഒരു കാത്തിരിപ്പും ഇവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പലവിധ കാര്യങ്ങളും നിങ്ങൾ കാത്തിരിക്കുന്നു. അത് നിങ്ങൾ ഇഷ്ടദേവതയെ വിശ്വസിച്ചാണ് കാത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. നിങ്ങൾ എന്തിനാണോ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചതുപോലെ തന്നെ വിശ്വസിച്ചതുപോലെ തന്നെ ഇഷ്ടദേവത നിങ്ങൾക്ക് നൽകാനായി പോകുന്നു, അഥവാ നിങ്ങളിലേക്ക് വരാനായി പോകുന്നു എന്ന സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങളുടെ കാത്തിരിപ്പിന് സന്തോഷകരമായ ഒരു അവസാനം ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം എന്ന കാര്യമാണ് പ്രത്യേകം ഓർക്കേണ്ടത്. ഈശ്വരനിൽ അവിശ്വാസം അത് നിങ്ങൾ ഒഴിവാക്കേണ്ടതായ കാര്യമാണ്. ചില അവസരങ്ങളിൽ നിങ്ങളിൽ ചിലർക്ക് അത്തരത്തിൽ തോന്നിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ ഒരുപാട് ദാനധർമ്മങ്ങൾ, മറ്റുള്ളവർക്ക് പലവിധ സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് എന്ന് പരാമർശിക്കാം. ഇപ്പോൾ നിങ്ങളോട് സഹായം ചോദിച്ച് വരുന്നവരോട് ഒരിക്കലും മുഖം തിരിച്ച് നിങ്ങൾ നിൽക്കാറില്ല എന്നും കാണുവാൻ സാധിക്കുന്നതാകുന്നു.
ഇതിലൂടെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലപ്പോൾ നഷ്ടമായേക്കാം എന്നും കാണുവാൻ സാധിക്കുന്നു. എത്ര തന്നെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നാലും നിങ്ങൾ സഹായിക്കാതിരിക്കാറില്ല, അഥവാ മറ്റുള്ളവർക്ക് അർഹമായ സഹായം ചെയ്യാതിരിക്കാറില്ല എന്നാണ് കാണുന്നത്. എന്നാൽ ഇത്തരം സഹായങ്ങൾ പലപ്പോഴും തിരിച്ചടികൾക്ക് കാരണമായി തീരാറുണ്ട്. അല്ലെങ്കിൽ പല വ്യക്തികളെയും മനസ്സിലാക്കാതെ, അവർക്ക് ശരിയായ രീതിയിൽ ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും സഹായിക്കാറുണ്ട് എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. ഓരോ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ അനുഗ്രഹം ഈശ്വരൻ നിങ്ങൾക്ക് നൽകും എന്ന് ഉറച്ച് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ഓരോ നല്ല പ്രവൃത്തിയും ചെയ്യുന്നത് എന്നും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചെയ്തിട്ടുള്ള ആ നല്ല പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് അനുകൂലമായ കർമ്മഫലം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ആ കർമ്മഫലം നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും അർഹിക്കുന്നതായ സ്നേഹം, അംഗീകാരം, സ്ഥാനം ലഭിക്കാത്ത വ്യക്തികളായി നിങ്ങളെ കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ് എന്ന് നിസ്സംശയം പറയാം. ഏത് കാര്യം ഏറ്റെടുത്താലും അത് വളരെ ഭംഗിയായി ചെയ്ത് തീർക്കുവാൻ പ്രത്യേകമായ കഴിവ് നിങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ കലാപരമായിട്ടും പല കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളിൽ പലരും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വേണ്ട രീതിയിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രോത്സാഹനമോ അല്ലെങ്കിൽ അംഗീകാരമോ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങളിൽ വളരെയധികം മാനസികപരമായ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണമാകുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. നിങ്ങളിൽ പലരും മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹത്തിന്റെ ഒരു പങ്ക് ലഭിക്കാത്തതായ അവസ്ഥ പലപ്പോഴും നിങ്ങൾക്കുണ്ട്. ഇത് പലപ്പോഴും നിങ്ങൾ തിരിച്ചറിഞ്ഞു എങ്കിലും ആ ദുഃഖം മനസ്സിൽ നിലനിൽക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നവർ ഇത് തിരിച്ചറിയണം എന്നില്ല. ഭഗവാൻ നൽകുന്നതായ ആ സന്ദേശം, നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട് എന്ന് തന്നെയാണ്. ഈ അവസരങ്ങളൊക്കെ ശരിയായ രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. പല അവസരങ്ങളും അത്തരത്തിൽ പ്രപഞ്ചശക്തി, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകും എന്നും കാണുവാൻ സാധിക്കുന്നു. ഇതിലൂടെ നിങ്ങളുടെ മനസ്സിലെ ദുഃഖം, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിയും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനം അവരിൽ ഉണ്ടാകും എന്നും കാണുവാൻ സാധിക്കുന്നു. അതിനാൽ ശക്തിയോടെ, ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ഇരിക്കണം എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും മിത്രങ്ങളായി ധാരാളം വ്യക്തികളുണ്ട്. ഇപ്പോൾ സുഹൃത്തുക്കൾ ആയാലും ബന്ധുക്കളായാൽ പോലും നിങ്ങളുമായി അടുപ്പമുള്ള ധാരാളം വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ വളരെയധികം താല്പര്യമാണ് നിങ്ങൾക്കുള്ളത്. അതിനാൽ തന്നെ പലരും നിങ്ങളെ പിണക്കാതെ ചേർന്ന് നിൽക്കുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങളിൽ നിന്നുമുള്ള ആ സഹായം പ്രതീക്ഷിച്ചായിരിക്കാം ഇത്. എല്ലാവർക്കും ഈ സാഹചര്യമാണ് എന്നല്ല പറയുന്നത്. എന്നാൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ സാഹചര്യം കാണുന്നു എന്നുള്ളതാകുന്നു. അപ്പോൾ ഇത്തരം സഹായം ലഭിച്ചതിന് ശേഷം നിങ്ങളെ തള്ളിപ്പറഞ്ഞു എന്നതും വാസ്തവമാണ്. ചില ദോഷകരമായ അത്തരം കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാകുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ടതായി വന്നിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അത് അർഹിക്കുന്ന കൈകളിൽ തന്നെ എത്തിച്ചേരണം എന്നതാണ് വാസ്തവം. പലപ്പോഴും അത് നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവായ ആളുകളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് സന്ദേശം. അപ്രതീക്ഷിതമായിട്ടുള്ള, അഥവാ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങളാണ് വന്നു ചേരാനായി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ മറന്ന് വളരെ ശാന്തമായി തന്നെ നിങ്ങൾ ഇരിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, മനസ്സിൽ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കാനായി ഭഗവാൻ നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും
നൽകുകയും ശരിയായ ദിശയിൽ പ്രവർത്തിക്കുന്നതിലൂടെ അനുകൂലമായ മാറ്റം ഉണ്ടാകും എന്നും ഭഗവാൻ സന്ദേശത്തിലൂടെ പരാമർശിക്കുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ തന്നെ നിങ്ങൾ തീർച്ചയായും ഉൾക്കൊണ്ട് നിങ്ങളിലേക്ക് സ്വീകരിച്ച് നിങ്ങൾക്ക് വേണ്ടതായ ആ കാര്യങ്ങൾ സ്വീകരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.